പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. പഹൽഗാം ഭീകരാക്രമണം, വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവും പ്രതിപക്ഷം ഉന്നയിക്കും. ആദായ നികുതി ഭേദഗതി ബില്ല് അടക്കം 15 പ്രധാനപ്പെട്ട ബില്ലുകൾ സഭയുടെ പരിഗണനയ്ക്ക് വരും. BJP നേതാവ് C. സദാനന്ദൻ ഉൾപ്പെടെ രാജ്യസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്യും. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, സഭാ സമ്മേളനങ്ങളുടെ ഇടവേളയിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. സ്വാഭാവികമായും പഹൽഗാം ഭീകരാക്രമണം തൊട്ട് പിന്നീട് നടന്ന കുറേ അവകാശവാദങ്ങൾ, എന്താണ് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത്, ഇക്കാര്യങ്ങളിലൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഔദ്യോഗികമായ ഒരു വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല, ഉദ്യോഗസ്ഥ തലത്തിലല്ലാതെ. അപ്പോൾ പാർലമെന്റിൽ പ്രതിപക്ഷം അത് ചോദിക്കും, അതിന് മറുപടി പറയേണ്ടി വരും. ഒപ്പം പ്രധാനപ്പെട്ട ബില്ലുകളുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ സഭാ സമ്മേളനം എത്രത്തോളം സംഭവബഹുലമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അതെ ശ്രീജ, വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ഏതായാലും 21 ദിവസം ആണ് സിറ്റിങ്ങുകളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 21 വരെ സഭയുണ്ട്. പക്ഷേ അപ്പോൾ പോലും 21 സിറ്റിങ്ങുകളാണ് നടക്കുന്നത്. ഏതായാലും മുൻപത്തേതുപോലെ തന്നെ സഭാ സമ്മേളനം പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. ശ്രീജ സൂചിപ്പിച്ചു പോലെ നിരവധി സംഭവങ്ങൾ ഈ രണ്ട് സഭാ കാലയളവിന് ഇടയിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലൊക്കെ തന്നെ സർക്കാർ വ്യക്തത വരുത്തണം, പ്രധാനമന്ത്രി മറുപടി പറയണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷത്തിനുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. ആ യോഗം തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ കേന്ദ്രീകരിക്കാനാണ്. ഒന്ന്, പഹൽഗാമിലുണ്ടായ സുരക്ഷാ വീഴ്ച, അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ, ഒപ്പം തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം. അങ്ങനെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം സർക്കാരിനെതിരെ ആക്രമണം നടത്തേണ്ടത്, മറുപടി തേടേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു ഏകാഭിപ്രായം ഇന്ത്യ സഖ്യത്തിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു നീക്കമായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. പ്രത്യേകിച്ച് വെടിനിർത്തലിന് നയിച്ചത് അല്ലെങ്കിൽ മധ്യസ്ഥ വഹിച്ചത് താനാണെന്ന് ഡൊണാൾഡ് ട്രംപ് പല ഘട്ടങ്ങളിൽ അവകാശപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാർ അക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ട്രംപ് അവകാശവാദം പലപ്പോഴായി വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിനത് തലവേദനയാണ്. പ്രതിപക്ഷം അക്കാര്യം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, രാഹുൽ ഗാന്ധിയാണ് ആദ്യഘട്ടത്തിൽ ചില ചോദ്യങ്ങൾ സർക്കാരിനോട് ഉന്നയിച്ചത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഘട്ടത്തിൽ എത്ര വിമാനങ്ങൾ തകർക്കപ്പെട്ടു എന്ന ചോദ്യം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് BJP അടക്കം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും തിരിച്ച് ദേശീയത അടക്കം ഉന്നയിച്ചുകൊണ്ട് തിരിച്ചു ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിനുശേഷം സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ തന്നെ ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അക്കാര്യം സ്ഥിരീകരിച്ചു. അപ്പോൾ അക്കാര്യത്തിനും വ്യക്തത വേണമെന്ന ആവശ്യം സ്വാഭാവികമായും പ്രതിപക്ഷം ഉന്നയിക്കും. പ്രത്യേകിച്ച് പ്രതിപക്ഷം ആദ്യം മുതൽ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേക സഭാ സമ്മേളനം വിളിച്ചുകൊണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂരും പഹൽഗാമും ഭീകരാക്രമണവും ഒക്കെ തന്നെ ചർച്ച ചെയ്യണമെന്ന്. പക്ഷേ സർക്കാർ അതിന് വഴങ്ങിയിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക ചർച്ച തന്നെ ഇക്കാര്യത്തിൽ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും പ്രധാനപ്പെട്ട ചില ബില്ലുകൾ കൂടി വരുന്നുണ്ട്. അത് ആദായ നികുതി ഭേദഗതി ബില്ലടക്കം 15 ബില്ലുകളാണ് വരുന്നത്. 7 ബില്ലുകൾ പുതിയതായി വരും. നേരത്തെ അവതരിപ്പിച്ച അല്ലെങ്കിൽ പരിഗണിക്കാനിരുന്ന 8 ബില്ലുകൾ കൂടി ഏതായാലും ഇത്തവണത്തെ സഭാ സമ്മേളനത്തിൽ വരുന്നുണ്ട്. അങ്ങനെ 15 ബില്ലുകളാണ് ചർച്ചയ്ക്ക് വരികയും ചെയ്യുന്നത്. ഏതായാലും 10 മണിയോടുകൂടി പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ പിന്തുണ വേണം, ക്രിയാത്മകമായ സെഷനായിരിക്കണമെന്ന കാര്യം തന്നെയായിരിക്കും പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയും ചെയ്യുക. ഏതായാലും രാജ്യസഭയിൽ ഇന്ന് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് BJP സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ഡൽഹിയിലുണ്ട്. കാരണം C. സദാനന്ദൻ്റെ സത്യപ്രതിജ്ഞ ഇന്നാണ്. അവർക്കൊപ്പമായിരിക്കും പാർലമെന്റിലേക്ക് ഏതായാലും C. സദാനന്ദൻ തിരിക്കുക. മുൻ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രൻ, ഒപ്പം തന്നെ V. മുരളീധരൻ, കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ, AP അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവരൊക്കെ തന്നെ ഇപ്പോൾ ഡൽഹിയിലുണ്ട്. അവർക്കൊപ്പമായിരിക്കും ഏതായാലും പാർലമെന്റിലേക്ക് 10 പോവുക. ഇത് കൂടാതെ മറ്റു 3 അംഗങ്ങൾ, പ്രത്യേകിച്ച് ഹർഷ് സിംഗ്ല, ഒപ്പം തന്നെ ഉജ്ജ്വൽ നിഗൽ തുടങ്ങിയവരൊക്കെ തന്നെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും. രാഗേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.